ഇരുചക്രവാഹനങ്ങളിൽ ഹെൽമറ്റ് ധരിക്കാത്തത് മൂലം കഴിഞ്ഞ വർഷം അപകടമരണങ്ങൾ കൂടിയതിനാലാണ് നടപടി. ഈ വിവരം കാണിച്ച് പെട്രോൾ പമ്പുകളിൽ ബോർഡുകൾ പ്രദർശിപ്പിക്കും. തീരുമാനം കർശനമായി നടപ്പിലാക്കുന്നതിനായി പെട്രോൾ പമ്പുകളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെയും പോലീസിന്റെയും പരിശോധന ഉറപ്പാക്കും. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിനെ ബന്ധിപ്പിച്ചുകൊണ്ട് പമ്പുകളിൽ ക്യാമറകളും സ്ഥാപിക്കും. ആദ്യ പരിപാടിയായി കേരളത്തിലെ പ്രധാനപ്പെട്ട 3 നഗരങ്ങളിലെ പെട്രോൾ പമ്പിലെ മെയിൻ പെട്രോൾ ഡീലേഴ്സുമായി ഞാൻ ചർച്ച നടത്തി. അതിൽ പ്രകാരം ഇരുചക്ര വാഹനങ്ങൾ അവിടെ ഇന്ധനം നിറയ്ക്കാൻ വരുമ്പോൾ വാഹനത്തിലെ ഡ്രൈവർക്ക് ഹെൽമറ്റ് ഇല്ല എങ്കിൽ ഇന്ധനം നിഷേധിക്കുവാനുള്ള കൊടുക്കരുത് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 3 നഗരങ്ങളിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഘട്ടം ഘട്ടമായി മറ്റു നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് തീരുമാനം. 800 സിസിക്ക് മുകളിലുള്ള സൂപ്പർ ബൈക്കുകളെ പ്രത്യേക വിഭാഗത്തിൽപ്പെടുത്തി നിയമം പരിഷ്കരിക്കുന്നത് ആലോചിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു. എന്നാൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ തീരുമാനത്തോട് ഗതാഗത മന്ത്രിയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. ഹെൽമറ്റ് ഇല്ലാത്തവർക്ക് ഇന്ധനം കൊടുക്കാൻ പാടില്ല എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല. ആ കാര്യത്തിൽ യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും പ്രയാസമുണ്ടെങ്കിൽ ഇതിൽ അപാകതകൾ പരിഹരിക്കുന്നതിന് ഗവൺമെന്റ് സന്നദ്ധമാണ്. മീഡിയ 1 തിരുവനന്തപുരം.